ഇന്നത്തെ രാഗസുധയിൽ അതിഥിയായെത്തുന്നത് കൊല്ലം സ്വദേശിയായ ഗോപനാണ്. 18 വർഷമായി ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ഗോപന്റെ സംഗീതയാത്രയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ബഹ്റിൻ മലയാളികൾക്കിടയിൽ ഗോപന്റെ നാദം മുഴങ്ങി തുടങ്ങിയിട്ട് ഇത് 18ാം വർഷം. പ്രവാസ ഭൂമികയിൽ ജീവിക്കുമ്പോൾ പോലും സംഗീതത്തെ ഉപാസനയാക്കി മാറ്റിയ ഈ കൊട്ടാരക്കരക്കാരൻ 18 വർഷം കൊണ്ട് പാടി കീഴടക്കിയത് 400-ലധികം വേദികളിലാണ്. വാളകം RVHSനും അഞ്ചൽ സെയിന്റ് ജോണസ് കോളേജിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗോപൻ എന്ന ഗോപകുമാർ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ തന്നെ തന്റെ സംഗീത പ്രാവീണ്യം തെളിയിച്ചിരുന്നു. വാളകം RVHSലെ സംഗീത അധ്യാപികയായിരുന്ന സഹോദരി രാധയാണ് ഗോപന്റെ സംഗീത ഗുരു. നമസ്കാരം ഗോപൻ, രാഗസുധയിലേക്ക് സ്വാഗതം. ജന്മനാ തന്നെ വളരെ നന്നായിട്ട് പാടാൻ കഴിവ് കിട്ടുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിനന്ദനം അർഹിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഗോപന് ജന്മനാ തന്നെ സംഗീതത്തിലൊരു വാസനയുണ്ട്. സംഗീതം ദീർഘകാലമായി പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലും മനോഹരമായി പാടുന്ന ഒരു ഗായകനാണ് ഗോപൻ. ഈ സംഗീത സബരിയെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗോപനെ സഹായിച്ചിട്ടുണ്ട്? നാട്ടിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പാടാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിവിടെ ഇവിടെ ബഹ്റൈനിൽ തന്നെ 18 വർഷത്തോളമായി. ബഹ്റൈനിലാണ് ശരിക്കും ഞാൻ എല്ലാ സ്റ്റേജുകളിലൊക്കെ പാടിയിട്ടുള്ളത്. നാട്ടിനേക്കാളും കൂടുതൽ ബഹ്റൈനിലാണ് പാടിയിട്ടുള്ളത്. നാട്ടിൽ റേഡിയോ നിലയത്തിൽ പാടുന്നുണ്ടായിരുന്നു, അല്ലാതെ പബ്ലിക് സ്റ്റേജുകളിൽ നിന്ന് വലുതായിട്ട് പാടിയിട്ടുള്ളത്. നല്ല അവസരങ്ങൾ തേടി വരുമ്പോഴാണ് ഒരു കലാകാരന് തന്റെ കഴിവിനെ തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുന്നത്, അല്ലേ? അത്തരത്തിലുള്ള അവസരങ്ങൾ ഒരു പ്രവാസ ഭൂമിയിൽ ലഭിക്കുന്നുണ്ടോ? ഞാൻ ബഹ്റിനിൽ വന്ന കാലത്ത് ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, ഇവിടെ ശ്രുതി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അതിൽ അവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനും പറ്റി ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എല്ലാ വിധത്തിലുള്ള ഭാഷ, ഹിന്ദി, മലയാളം, തമിഴ് ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റുന്നുണ്ട്. ദീർഘകാലമായി സംഗീത രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു നല്ല കലാകാരനാണ് ഗോപൻ. ഈ സംഗീത രംഗത്ത് ഇത്രയും കാലം കടന്നുപോയപ്പോൾ അവിസ്മരണീയമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഗോപൻ കടന്നുപോയിട്ടുണ്ടാകും. ഗോപന്റെ ഈ സംഗീത ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായ മുഹൂർത്തത്തെപ്പറ്റി ഞങ്ങളോടൊന്ന് പറയാമോ? എനിക്ക് എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് നമ്മുടെ ജാനകിയമ്മയോട് പാടാനൊരു അവസരം കിട്ടി. ബഹ്റിനിൽ വെച്ചിട്ട് ഇന്ത്യൻ ക്ലബ്ബിൽ 2001-ലോ 2000-ലോ ആണെന്ന് തോന്നുന്നത് ജാനകിയമ്മയോട് ഒരു പാട്ട് പാടാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷകര അവിസ്മരണീയമായ മുഹൂർത്തം. ജാനകിയമ്മയ്ക്ക് വളരെ നല്ല പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വളരെ സപ്പോർട്ടായിരുന്നു ജാനകിയമ്മ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നിൻ കവിളിണ തഴുകിയോ നീ. വെള്ളിമണിക്കിലുന്നും നല്ലോ
കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നിൻ കവിളിണ തഴുകിയോ നീ നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരി നാണത്ത നനഞ്ഞ കവിൾ ചാരുതയിൽ സന്ധ്യ പൂക്കും നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരി നാണത്ത നനഞ്ഞ കവിൾ ചാരുതയിൽ സന്ധ്യ പൂക്കും നിന്നോമൽ ചുണ്ടിനയിൽ മുന്തിരിത്തേൻ കിനിയും തേൻചോരും വാക്കിലെന്തേ ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടു നിൻ കവിളിണ തഴുകിയോ നീ വെള്ളിമണിക്കിലുങ്ങും നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളി അവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു കോളേജ് കാലഘട്ടത്തിൽ വിവിധ കലോത്സവങ്ങൾക്കായി ജില്ലാ സംസ്ഥാന തല മത്സരങ്ങളിൽ കോളേജിനെ പ്രതിനിധീകരിക്കാനും സമ്മാനങ്ങൾ നേടാനും ഗോപന് കഴിഞ്ഞു. അതോടൊപ്പം ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റായും തന്റെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിച്ചു. നാട്ടിൽ വെച്ച് തന്നെ ജി വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖ ഗായകരോടൊപ്പം പാടാനുള്ള അവസരം ഗോപന് ലഭിച്ചിരുന്നു. നാട്ടിൽ നിന്ന് ബഹ്റിനിലേക്ക് എത്തിയപ്പോൾ വളരെയധികം അവസരങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യം ഗോപനുണ്ടായിട്ടുണ്ട് അല്ലേ? അതാണ് ഗോപന്റെ സംഗീത ജീവിതത്തെ ഇത്രയും മികച്ചതാക്കി മാറ്റിയത്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളെ പറ്റി ഒന്ന് ഞങ്ങളോട് പറയാമോ? ബഹ്റൈനിൽ ഞാൻ വന്ന സമയത്ത് ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, ശ്രുതി ഓർക്കസ്ട്ര എന്നൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ആ ഓർക്കസ്ട്രയിൽ ഒരുപാട് സ്റ്റേജുകളിൽ പാടാൻ പറ്റും. 300-ഓളം സ്റ്റേജിൽ ആ ഓർക്കസ്ട്രയിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞൊരു 4-5 വർഷമായിട്ട് ആദ്യത്തെ 4-5 വർഷത്തിൽ പാടാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സ്റ്റേജ്. അതായത് കേരള സമാജത്തിലും ബഹ്റിൻ കേരളീയ സമാജത്തിൽ പിന്നെ ഇന്ത്യൻ ക്ലബ്ബ്, ഇവിടെ ഒരുപാട് കർണാടക ക്ലബ്ബ്, അങ്ങനെയുള്ള ഒരുപാട് ക്ലബ്ബുകൾ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റേജിൽ എല്ലാവിധത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ പെട്ടെന്നായിരിക്കും പാട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പാടുക. അന്നൊക്കെ പിന്നെ ടൈമൊന്നുമില്ല, പിന്നെ ജോലിക്കും പോയിട്ട് പിന്നെ പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതെല്ലാം പിന്നെ വളരെ സ്പീഡ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റേജിൽ പാടാൻ അങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രവാസ പർവ്വത്തിലും സംഗീതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഹ്റിന്റെ സംഗീത വേദികളിൽ സ്ഥിര സാന്നിധ്യമായി ഗോപൻ മാറി. ഈ ഭാര്യ വിജിയും മക്കളായ ഗീതുവും രഹനയും ബഹ്റിനിലെ നിരവധി സുഹൃത്തുക്കളും ഗോപന് പ്രോത്സാഹനമായി കൂടെയുണ്ട്. ബഹ്റിനിലെ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് ഗോപൻ. നെഞ്ചിലോ നിമ്മതി നാൾ മുഴുതും പാർവയിൽ നാനെഴുതും ഓർക്കണവേ ഉനക്കെന നാൻ കൂറ് കേളടി കൺമണി പാടകൻ സംഗതി
பாடகன் சங்கதி நீதை கேட்பதால் நெஞ்சிலோர் நிம்மதி